ഹലോ! ഇന്ന് ഞാനും കൺമണിയും കൂടെ ഹെയർ കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തിരുപ്പതിയിൽ ഞാൻ ഹെയർ കൊടുത്തപ്പം ഒരുപാട് ഷോർട്ടായിട്ടാണ് അവർ വെട്ടിയത്. പക്ഷേ അതൊരു ലെവലായിട്ടൊന്നും ആയിരുന്നില്ല കേട്ടോ അവർ വെട്ടി തന്നത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാനിതിനെ ലെയറായിട്ടൊക്കെ വെട്ടിയെടുക്കണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ആസിമിനെ കോൺടാക്ട് ചെയ്യാൻ നോക്കിയപ്പോഴേക്കും ആസിം നാട്ടിലായിരുന്നു കേട്ടോ. ഇന്നലെയാണ് പുള്ളിക്കാരൻ തിരിച്ചെത്തിയത്. അപ്പോൾ ഒന്നും നോക്കിയില്ല. ഇന്ന് തന്നെ ഞാനും കൺമണി നേരെ വിട്ടു പാർലറിലേക്ക്. ആദ്യം കൺമണി റെഡി ആയിരുന്നില്ല കേട്ടോ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ആസിമാണ് വെട്ടുന്നത് അറിഞ്ഞപ്പോഴേക്കും അവൾക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ആസിം അവളുടെ ഫേവറേറ്റ് ആളാണ് കേട്ടോ നമ്മുടെ പാർലറിൽ. പിന്നെ കഴിഞ്ഞ 10-12 വർഷമായിട്ട് എൻ്റെ ഹെയറിൽ എല്ലാ കോപ്രായങ്ങളും കാണിക്കാൻ എനിക്ക് കൂട്ടു നിൽക്കുന്ന ആളും ആസിം തന്നെയാണ്. ഞാൻ എങ്ങനെ ഹെയർ വെട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഏത് കളർ ചൂസ് ചെയ്താലും അതുപോലെ അടിച്ചേരുന്ന ആളും ആസിമാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ ഒരു മനുഷ്യൻ്റെ ഈഗോ ഇരിക്കുന്നത് ഹെയറിലാന്ന്, അതൊക്കെ സത്യം തന്നെയാണ് കേട്ടോ. പിന്നെ എൻ്റെ കാര്യത്തിലുണ്ടല്ലോ, എനിക്ക് എന്ത് ടെൻഷൻ വന്നു കഴിഞ്ഞാലും ഡിപ്രഷൻ വന്നു കഴിഞ്ഞാലൊക്കെ ഞാൻ ഒന്ന് പോയി ഹെയർ കട്ട് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു മനസ്സുഖവും മനസ്സമാധാനവും ഒക്കെ കിട്ടാറുണ്ട്. ഇതെനിക്ക് മാത്രം തോന്നുന്ന കാര്യമാണോ അതോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് താഴെ കമൻറ്റിൽ പറയാൻ മറക്കരുത്. ഞാൻ സാധാരണ അത്രയും ഷോർട്ട് ആക്കാറില്ല, എന്നാൽ ഇത്തവണ ഞാൻ പറഞ്ഞു നന്നായിട്ടങ്ങ് ഷോർട്ടായിട്ടങ്ങ് വെട്ടിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതാ വെട്ടി തന്നിട്ടുണ്ട്. ഈ ഒരു ഹെയർ കട്ട് എനിക്ക് സൂട്ട് ആവുന്നുണ്ടോ എന്ന് ഇവിടെ താഴെ കമൻറ്റിൽ പറയാൻ മറക്കരുത്. പുതിയ വീഡിയോ ഞാൻ പെട്ടെന്ന് വരാം. താങ്ക് യു സോ മച്ച്.